ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ദ ട്രയോ എന്നുള്ളതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിലെ പുതിയ സ്റ്റുഡൻ്റാണ്, ഒപ്പം ഭയങ്കര നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടോപ്പറായിട്ടുള്ള സ്റ്റുഡൻ്റ്. അപ്പോൾ ബാക്കിയുള്ള പ്രത്യേകിച്ച് നമ്മളുടെ മണിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. ദിസ് രാജ്യം വാസ് എ റിവൈവൽ ടു മണി. മണിക്ക് എന്ത് ചെയ്തു? രാജ്യം ഒരു എതിരാളിയായി. In his manner to money, he assumed a certain non-challenge to which money was not accustomed. ഇനി എന്താണ് ആ മണിയോട് എന്താണ് ഒരു മണിക്ക് നമ്മളുടെ രാജ്യത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ഫീലിംഗ്, എനിക്ക് പൊരുത്തപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഇഫ് മണി ജാബിഡ്, രാജ്യം ജാബിഡ്. മണി എന്നവനെ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യം അതുപോലെ തിരിച്ചു കുത്തും. ഇഫ് മണി കിക്കഡ്, ഹി കിക്കടും. ഒന്ന് കാലോട് തട്ടിയാൽ തിരിച്ചു തട്ടും. അതുപോലെ തന്നെ ഇഫ് മണി ക്ലൗട്ടഡ്, ഹി ക്ലൗട്ടഡ്. അപ്പോൾ ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലൗട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കും. ഇഫ് മണി ഹാസ് എ ഓവർലോഡ് ഓഫ് ദി ക്ലാസ്, രാജ്യം സീം ടു ബി നത്തിങ് ലെസ്. ഇപ്പം എന്താണ്, മണി ക്ലാസ്സിലെ എല്ലാവർക്കും ഒരു ഭാരമാണെങ്കിലും രാജുവും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മണി. അപ്പോൾ ഈ രാജുവും ഒട്ടും മോശം ഉണ്ടായിരുന്നില്ല. And add to all this the fact that Rajam was a regular 70%, second only to Shankar. അതിന് പുറമെ ശങ്കർ കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിരം 70-കാരൻ അല്ലെങ്കിൽ റാങ്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന വ്യക്തിയും ആരായിരുന്നു? നമ്മളുടെ രാജുവായിരുന്നു. There were new indications that Rajam was the new power in the class. അത് കാണിക്കുന്ന രാജ്യത്തിന് ക്ലാസ്സിൽ ഒരു നല്ലൊരു ടോപ്പർ ആവാനുള്ള ഒരു സൂചനയായിരുന്നു. ശങ്കറാണ് ഏറ്റവും ടോപ്പർ, അതിൻ്റെ തൊട്ട് താഴെ ആരുണ്ട്? നമ്മളുടെ രാജമുണ്ട്. അപ്പോൾ പുതിയൊരു അവതാരമാണെന്ന് തോന്നിപ്പിച്ചു. Day by day, as money looked in, it was becoming increasingly clear that a new menace had appeared in his life. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു മണിയുടെ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് ദ ടോപ്പറാണ് എന്നുള്ളത് കൂടിക്കൂടി വന്നു. അതാർക്ക് ഭീഷണിയായി? നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ ഒരു ഇൻക്രീസിങ് മണിക്ക് ഭീഷണിയായി. All this lay behind his decision on the river step to bundle up Rajam and throw him into the river. അതുകൊണ്ടാണ് രാജ്യത്തെ കെട്ടിപ്പൂട്ടി വെള്ളത്തിലെറിയണം ദേഷ്യം തോന്നാനുള്ള കാരണം. സ്വാമിനാഥൻ എക്സ്പ്രസ്ഡ് എ സ്ലൈറ്റ് ഫിയർ. സ്വാമിനാഥന് ചെറിയൊരു പേടിയുണ്ട്. സ്വാമിനാഥൻ പറഞ്ഞെങ്കിൽ നമ്മളുടെ മണിയുടെ ഫ്രണ്ടാണ്. സ്വാമിനാഥന് ചെറിയ പേടിയുണ്ട്. യു ഫോർഗെറ്റ് ദാറ്റ് ഹിസ് ഫാദർ ഈസ് എ പോലീസ് സൂപ്രണ്ടന്റ്. നീ മറന്നു, അവന് ഫാദർ എന്താണ്? പോലീസ് സൂപ്രണ്ടാണ്. മണി റിമെയിൻഡ് സൈലന്റ് ഫോർ എ വൈൽ ആൻഡ് സെഡ്. കുറച്ച് നേരം ഒതുങ്ങി ഇരുന്നിട്ട് പറയാണ്, വാട്ട് ഡു ഐ കെയർ? അതിന് എനിക്കെന്ത് വേണം? സം നൈറ്റ് ഐ എം ഗോയിങ് ടു ക്രാക്ക് ഹിസ് ഷോൾഡേഴ്സ് വിത്ത് മൈ ക്ലബ്. ഒരു ദിവസം ഞാൻ ഈ ക്ലബ്ബ് പറഞ്ഞാൽ ഗതയാണ്. ഗത കൊണ്ട് എന്ത് ചെയ്യും? അവൻ്റെ ഷോൾഡറൊക്കെ അടിച്ച് പൊട്ടിക്കും. ഇഫ് ഐ വർ യു ഐ വുഡ് കീപ്പ് ഔട്ട് ദ വേ ഓഫ് പോലീസ് മാൻ. അപ്പോൾ ദേ ആർ ആൻ ഓഫുൾ ലോട്ട് സെഡ് സ്വാമിനാഥൻ. അപ്പോൾ സ്വാമിനാഥൻ പറയാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും പോലീസുകാരുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നേനെ. അതായത് ഈ അടിക്കുക എന്നുള്ളതൊക്കെ പോലീസുകാരുടെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒഴിഞ്ഞു നിന്നേനെ. അവർ ഒരു കൂട്ടം ഭയങ്കരന്മാരാണ്. പോലീസുകാർ പറഞ്ഞെങ്കിൽ എന്താണ്? ഭയങ്കരമാണ്. അപ്പോൾ പോലീസിൻ്റെ അടുത്തുള്ള അടിയൊന്നും കിട്ടാനുള്ള പരിഭാഗമൊന്നും ഞാൻ ഉണ്ടാക്കില്ല. ഇഫ് യു വേർ മീ ഹാം, ബട്ട് താങ്ക് ഗോഡ് ഐ എം നോട്ട് യു, എ മിൽക്ക് ടൂത്തഡ് കോവറാട്ട് ലൈക്ക് യു. എൻ്റെ സ്ഥാനത്ത് നീയോ? ദൈവത്തിന് നന്ദി പറയാം, നിൻ്റെ സ്ഥാനത്ത് ഞാൻ ആയില്ലല്ലോ. നീ എന്താണ്? ചെറിയ കുട്ടിയാണ്. എന്ത് ചെയ്യാൻ എന്താണ്? പേടിയാണ്, ഭീരുവാണ്. സ്വാമിനാഥൻ ബിറ്റ് ഹിസ് ലിപ്സ് ആൻഡ് സൈഡ്. ചുണ്ടൊക്കെ ഒന്ന് എന്താണ് ചുണ്ട് കടിച്ചിട്ട് പറയാണ്, നിന്റെ സ്ഥാനത്ത് ഞാനാവണോ? ഇല്ല, നീ എന്താണ്? ഒരു ഭീരുവാണെന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് റിമൈൻഡ്സ് മീ said other, you are in need of a little warning. ബാക്കിയുള്ളവർ പറയാണ്, നിനക്കെന്താണ് ഒരു കുറച്ച് വാർണിങ്ങിൻ്റെ കുറവുണ്ട്. ഐ ഫൈൻഡ് യു ഹാങ്ങിങ് അബൌട്ട് ദാറ്റ് രാജമേ ബിറ്റ് ടു മച്ച്. എന്താണ്, നീ ആ രാജ്യത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത്ര നല്ലതല്ല. വെൽ ഹാവ് എ കെയർ ഫോർ യുവർ ലിംസ്. നീ നിൻ്റെ കാലൊക്കെ ശ്രദ്ധിച്ചോളുക. ദാറ്റ് ഈസ് ഓൾ ഐ ക്യാൻ സേ. എനിക്ക് എത്ര പറയാനുള്ളൂ. സ്വാമിനാഥൻ ബ്രോക്ക് ഇൻ ടു ലൗഡ് പ്രൊട്ടൻഷൻ. അതിനെ അവൻ ഭയങ്കര സൗണ്ടോട് കൂടി എതിർത്തു. ഡിഡ് മണി തിങ്ക് ദാറ്റ് സ്വാമിനാഥൻ കുഡ് റെസ്പെക്ട് എനിവൺ ബട്ട് ഹിം? എന്താണ്, നീ സ്വന്തം സുഹൃത്തായ എന്നെ അല്ലാതെ അവനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? സ്വാമിനാഥനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? സ്വാമിനാഥൻ നീ
എന്നെ അല്ലാതെ അവനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? മണി, ദ ഡിയർ ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ഗൈഡ്. ഞാനല്ലേ നിന്റെ ഫ്രണ്ടും നിന്റെ ഗൈഡും ഒക്കെ. വാട്ട് മെയ്ഡ് ഹിം തിങ്ക് സോ? പിന്നെ എങ്ങനെ നിനക്ക് അവൻ്റെ ഭാഗം ചിന്തിക്കാൻ പറ്റി? ആസ് ഫാർ ആസ് സ്വാമിനാഥൻ കുഡ് റിമെമ്പർ, ഹി ഹാഡ് നെവർ ബീൻ വിത്തിൻ 3 yards ഓഫ് രാജം. പറയാണ് എന്താണ് സ്വാമിനാഥൻ്റെ ഒരു ഇതിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു 3 അടി അകലത്ത് പോലും അത്രത്തോളം അടുപ്പൊന്നും തമ്മിലില്ല. ഓ ഹൗ ഹി ഹേറ്റഡ് ഹിം. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന എത്രത്തോളമാണ് ഈ ഒരു പറച്ചിലിൽ സ്വാമിനാഥൻ മനസ്സിലാക്കുന്നത് മണി എത്രത്തോളം രാജ്യത്തെ വെറുക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ്സ് വൈൽഡ് അപ്സ്റ്റാർട്ട് വെൻ ഹാഡ് മണി സീൻ ഹിം വിത്ത് രാജം. അപ്പോൾ ഇനി ഇതാണ് എപ്പോഴായിരിക്കും മണി അവനെ രാജ്യത്തിനൊപ്പം കണ്ടത്? ഓ യെസ്, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഡ്യൂറിങ് എ ഡ്രോയിങ് പീരിയഡ് ഓഫ് മൺഡേ. ചിലപ്പോൾ തിങ്കളാഴ്ച ഉള്ള ഒരു ഡ്രോയിങ് സമയത്തായിരിക്കും. ഇറ്റ് വാസ് രാജം ഹൂ ഹാഡ് കം ആൻഡ് ടോക്ക്ഡ് ടു ഹിം ഇൻ സ്പൈറ്റ് ഓഫ് കോൾഡ് ഫേസ് ദാറ്റ് സ്വാമിനാഥൻ ഹാഡ് ടേൺഡ് ടു ഹിം. അന്ന് രാജം എന്താണ് നമ്മളുടെ സ്വാമിനാഥൻ്റെ ആ ഒരു അവഗണന തണുപ്പൻ ഭാഗത്തെ വകവെക്കാതെ അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആര് കണ്ടിട്ടുണ്ട്? നമ്മളുടെ മണി കണ്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ദേഷ്യമില്ലാതെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായിരിക്കും ഇപ്പം ഇങ്ങനെ പറയുന്നത്. ദാറ്റ് എവിൾ ഹാഡ് വാണ്ടഡ് എ പെൻസിൽ ഷാർപ്നർ. അവൻ എന്ത് ചെയ്തു? ഒരു പെൻസിൽ ഷാർപ്നർ എന്നോട് ചോദിച്ചു, കട്ടർ വേണമെന്ന് പറഞ്ഞു. വിച്ച് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ആസ് ഹി വാസ് പ്രോംപ്റ്റ്ലി ഡയറക്റ്റഡ് ടു ഗോ ടു എ ഷോപ്പ് ആൻഡ് ബൈ ഇറ്റ് ഇഫ് ഹി നീഡഡ് ഇറ്റ് സോ അർജന്റ്ലി. അപ്പം അത് അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അത് അത്ര അത്യാവശ്യമാണെങ്കിൽ കടയിൽ പോയി വാങ്ങാനാണ് അവൻ പറഞ്ഞത്. ഓ there was no comparison between രാജം ആൻഡ് മണി. കൃത്യമായ വഴി പറഞ്ഞു കൊടുത്തു. രാജവും മണിയും തമ്മിൽ എന്തില്ല? ഒരു താരതമ്യം ഇല്ല. ദിസ് പ്ലീസ്ഡ് മണി ഗ്രേറ്റ്ലി. അത് മണിയെ ഭയങ്കര സന്തോഷവാനാക്കി. ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഈവനിങ് ഹി ലോഫ്ഡ്. അപ്പം ആദ്യത്തെ ടൈമാണ് എന്താ ചിരിക്കുന്നത്. കാരണം മണിയുടെ വിചാരം സ്വാമിനാഥൻ എന്തുണ്ട്? നമ്മളുടെ രാജ്യത്തിനൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഷാർപ്നർ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലെ പകരം നീ കടയിൽ പോയി മേടിച്ചു എന്ന് പറഞ്ഞത് മണിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചിരിച്ചു. ആൻഡ് ലോഫ്ഡ് ഹേർട്ട്ലി ടു. ഹൃദയം തുറന്ന് ചിരിച്ചു, അല്ലെങ്കിൽ മനസ്സിലത്ര സന്തോഷത്തോടു കൂടി ചിരിച്ചു. ഹി ഷുക്ക് സ്വാമിനാഥൻ ആൻഡ് ഗേവ് ആൻ അഫെക്ഷൻ ട്വിസ്റ്റ് ടു ഹിസ് ഇയർ ദാറ്റ് സ്വാമിനാഥൻ ഗേവ് എ ലോങ് ഹൗൾ. സന്തോഷത്തോടു കൂടി കൈയൊക്കെ ഷേക്കാൻ്റെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെവിയിൽ ഒരു ഓരിയൊക്കെ ഇടുന്നു. അവൻ്റെ ചെവിയിൽ പോയിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു. ആൻഡ് ദെൻ സഡൻലി ആസ്ക്ഡ്, ഡിഡ് യു ബ്രിങ് ദാറ്റ് തിങ് ദാറ്റ് ഐ വാണ്ടഡ്? ഡിഡ് യു ബ്രിങ് ദാറ്റ് തിങ് ദാറ്റ് ഐ വാണ്ടഡ്? ഞാൻ പറഞ്ഞ സാധനം നീ കൊണ്ടുവന്നോ? ഓ മണി, ഐ ബെഗ് എ 100 pardons ഫോർ യു. ഞാൻ എന്നോട് 100 തവണ മാപ്പ് ചോദിക്കുന്നു. മൈ മദർ വാസ് ഓൾ ടൈം ഇൻ ദ കിച്ചൺ. എൻ്റെ അമ്മ എല്ലാ സമയത്തും കിച്ചണിലാണ്. ഐ കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് റെഫർ ടു ലൈം പിക്കിൾ. ഇപ്പോൾ നാരങ്ങച്ചാർ വരുമ്പോൾ കൊണ്ടാൻ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു നമ്മളുടെ പുഴയുടെ തീർത്തിരിക്കുമ്പോൾ. ഇപ്പം എന്തില്ല, അമ്മ കിച്ചണിലുള്ള കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല. സ്വാമിനാഥൻ വാസ് ടു ആക്ട് എ കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ രാജം ആൻഡ് മണി. രാജ്യത്തിൻ്റെയും മണിയുടെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ഒരു എന്താണ് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്വാമിനാഥനാണ്. ദേ വർ സിറ്റിംഗ് ദ ലാസ്റ്റ് ബെഞ്ച് വിത്ത് ദെയർ ബാക്ക് അഗെയിൻസ്റ്റ് ദ യെല്ലോ വാൾ. 2 പേര് ഇരിക്കുന്നത് എന്താണ് ബാക്കിലാണ്. ബാക്കിലൊരു യെല്ലോ വാളിലാണ്. 2 പേരുടെ ഇടയിലാണ് സ്വാമിനാഥൻ ഇരിക്കുന്നത്. സ്വാമിനാഥൻ സാറ്റ് ബിറ്റ്വീൻ രാജം ആൻഡ് മണി. രാജ്യത്തിൻ്റെ മണിയുടെ ഇടയിലാണ് സ്വാമിനാഥൻ. ദെയർ ബുക്സ് വർ ബിഫോർ ദം ഓൺ ഡെസ്ക് ബട്ട് ദെയർ മൈൻഡ്സ് വർ ബിസി. ബുക്കൊക്കെ മുന്നിലുണ്ട്, പക്ഷെ മനസ്സ് എവിടേക്കോ ആണ്. ഹി റോട്ട് ഓൺ എ പേപ്പർ പീസ് ഓഫ് പേപ്പർ, ആർ യു എ മാൻ? ഒരു എഴുതി, മണി എഴുതി, നീ ഒരു മനുഷ്യനാണോ? ആൻഡ് ഗേവ് ഇറ്റ് ടു സ്വാമിനാഥൻ. എന്നത് സ്വാമിനാഥന് കൊടുത്തു. ഹൂ പുഷസ് ഇറ്റ് അക്രോസ് ടു രാജം. അവൻ എന്ത് ചെയ്തു? അതുപോലെ രാജ്യത്തിന് നീട്ടി കൊടുത്തു. പുട്ടിങ് ഓൺ ഒഫെൻസീവ് എ ലുക്ക് ആസ് പോസിബിൾ. എന്നിട്ടൊന്ന് ഒരു എതിരാളികളുടെ ഒരു നോട്ടം നോക്കുന്നു. ഒരു ഒഫെൻസീവ്, ഒരു എന്താ പറയുക, എതിരാളിയുടെ പോലെ നോക്കുന്നു. രാജം റെഡിറ്റ്. രാജം അത് വായിച്ചു. ക്രംബിൾഡ് ഇട്ട്. അവനക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ അതൊന്ന് ചുരുട്ടി ആൻഡ് ത്രോ ഇറ്റ് അവേ. അത് വലിച്ചെറിഞ്ഞു. അറ്റ് വിച്ച് മണി റോട്ട് അനദർ നോട്ട് റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ with an offensive addition and Rajan returned the same amount of offense with his reply. അതേപോലെ തന്നെ എന്താണോ നമ്മളുടെ രാജം മണിക്ക് എഴുതി കൊടുത്തത് അതുപോലെ തന്നെ മണി തിരിച്ചിട്ടും എഴുതി കൊടുക്കുന്നു. ഒരു ഒഫെൻസീവ്, ഒരു എന്താണ്, ഒരു എതിര് പോലെ. ഫർദർ പ്രോഗ്രസ് വാസ് സ്റ്റോപ്പ്ഡ്. അങ്ങനെ എന്ത് ചെയ്തു? അതങ്ങനെ കഴിഞ്ഞു. സ്വാമിനാഥൻ അപ്പോൾ അവർ ക്ലാസ്സിലാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസിങ് ടീച്ചർ കണ്ടു. സ്വാമിനാഥൻ സ്റ്റാൻഡ് അപ്പ് സെഡ് ദ ടീച്ചർ. ടീച്ചർ പിടിച്ചത് നടുക്കിയിരിക്കുന്ന സ്വാമിനാഥനെയാണ്.
സ്വാമിനാഥൻ stood up faithfully. ഭയങ്കര വിനയത്തോടു കൂടി എണീറ്റു. What is Lipson famous for? ലിപ്സൺ എന്തിനാണ് ഫേമസ്? ടീച്ചർ അങ്ങനെ ലിപ്സനെ കുറിച്ചൊക്കെ പറയാണ്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല. ലിപ്സൺ എന്തിനാണ് ഫേമസ്? സ്വാമിനാഥനോട് ചോദിച്ചു. ആസ്ക് ദ ടീച്ചർ. ടീച്ചർ ചോദിച്ചു. സ്വാമിനാഥൻ ഹെസിറ്റേറ്റഡ് ആൻഡ് വെഞ്ചേർഡ്. സ്വാമിനാഥൻ എന്ത് ചെയ്തു? എന്താണ് കുറച്ച് ഹെസിറ്റേറ്റഡ്. സ്വാമിനാഥൻ ഹെസിറ്റേറ്റഡ് ആൻഡ് വെഞ്ചേർഡ്. സ്വാമിനാഥൻ ഇത് ഒന്ന് സംശയിച്ചിട്ട് ധൈര്യത്തോട് പറയാണ്. ഫോർ ബീയിങ് ദ ക്യാപിറ്റൽ ഓഫ് സ്പെയിൻ. സ്പെയിനിൻ്റെ തലസ്ഥാനമായിരിക്കും ലിപ്സൺ. ദ ടീച്ചർ ബീറ്റ് ഹിസ് മൊസ്റ്റാഷ് ആൻഡ് ഫിയർഡ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ദേഷ്യത്തോടു കൂടി മീശയൊക്കെ ഒന്ന് കടിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ഡു യു നോ അബൌട്ട് ദ ഇന്ത്യൻ ക്ലൈമറ്റ്? നിനക്ക് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ച് അറിയോ? ഇറ്റ് ഈസ് ഹോട്ട് ഇൻ ഹോട്ട് സമ്മർ ആൻഡ് കോൾഡ് ഇൻ വിൻ്റർ. പിന്നെന്താ അറിയാലോ, എന്താണ് ചൂടുകാലത്ത് ചൂടുണ്ടാവും, തണുപ്പുകാലത്ത് തണുപ്പുണ്ടാവും. അതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ. സ്റ്റാൻഡ് അപ്പ് ഓൺ ദി ബെഞ്ച് റോർഡ് ടീച്ചർ. ടീച്ചർക്ക് ദേഷ്യം വന്നു. ബെഞ്ചിൻ്റെ മുകളിൽ കയറിക്കാൻ പറഞ്ഞു. ആൻഡ് സ്വാമിനാഥൻ സ്റ്റുഡ് അപ്പ് വിത്തൗട്ട് എ പ്രൊട്ടസ്റ്റ്. ഒന്നും എതിർത്ത് പറയാതെ സ്വാമിനാഥൻ അതേപോലെ അനുസരിച്ചു. ഹി വാസ് ഗ്ലാഡ് ദാറ്റ് ഹി വാസ് ഗിവൺ ഹിസ് സപ്പോസിഡ്ലി ഡിഗാർഡിങ് പണിഷ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദി കെയിൻ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ബെഞ്ചിൻ്റെ മുകളിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ചൂരൽ കൊണ്ടുള്ള പ്രയോഗമൊന്നും ഉണ്ടായില്ല. ബെഞ്ചിൻ്റെ മുകളിൽ നിർത്തിയിട്ടേ ഉള്ളൂ. ദ ടീച്ചർ റെസ്യൂംഡ് ഹിസ് ലെസൺസ്. ടീച്ചറുടെ ഭാഗം തുടങ്ങി. ആഫ്രിക്ക വാസ് എ ലാൻഡ് ഓഫ് ഫോറസ്റ്റ്. ആഫ്രിക്ക എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? കാടുകളുടെ നാടാണ്. നൈൽ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവർ ദർ. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നദി എന്ന് പറഞ്ഞെങ്കിൽ നൈലാണ്. ബട്ട് സ്വാമിനാഥൻ പെയ്ഡ് നോ അറ്റൻഷൻ ടു ദ റെസ്റ്റ് ഓഫ് ദി ലെസൺ. പിന്നെ ബാക്കി ടീച്ചർ പറഞ്ഞൊന്നും സ്വാമിനാഥൻ കേട്ടില്ല. ഹിസ് മൈൻഡ് ബിഗാൻ ടു വാണ്ടർ. അവൻ്റെ മനസ്സിങ്ങനെ അലഞ്ഞു തിരിയാണ്. സ്റ്റാൻഡിങ് ഓൺ ദി ബെഞ്ച് ഹി സ്റ്റുഡ് വെൽ ഓവർ ദ ഹോൾ ക്ലാസ്. ആ ബെഞ്ചിൻ്റെ മുകളിൽ നിന്നിട്ട് അവൻ ക്ലാസ്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി. ഹി കുഡ് സീ they were so close that they could have heard each other even if they had spoken in whispers. അപ്പം എന്താണ് അവർ ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം കേൾക്കാൻ പറ്റും. അത്രയും അടുത്താണ് നിൽക്കുന്നത്. They were so close that they could have heard each other even if they had spoken in whispers. But it was a matter of form between enemies to communicate through a medium. അപ്പോൾ എന്താണ് ശത്രുക്കൾ എപ്പോഴും ഒരു മീഡിയത്തിലൂടെയാണ് സംസാരിക്കുക. മണി ഫേസ്ഡ് സ്വാമിനാഥൻ സ്റ്റഡിലി ആൻഡ് ആസ്ക്ഡ് ആർ യു എ മാൻ. ഇപ്പം നേരെ മണി ചോദിക്കുന്നത് നമ്മുടെ സ്വാമിനാഥനോടാണ്, നീ ഒരു മനുഷ്യനാണോ? സ്വാമിനാഥൻ ടേൺ ടു രാജം ആൻഡ് റിപ്പീറ്റഡ് ആർ യു എ മാൻ. അപ്പം സ്വാമിനാഥൻ നേരെ തിരിഞ്ഞിട്ട് അത് ആരോട് ചോദിക്കുന്നു? നമ്മളുടെ രാജത്തിനോട് ചോദിക്കുന്നു, നീ ഒരു മനുഷ്യനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. രാജം ഫ്ലയർഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ് വിച്ച് ഡോഗ് ഡൗട്ട്സ് ഇറ്റ്. ഏതൊരാൾക്കാണ് അത് സംശയമുള്ളത്? ഞാൻ മനുഷ്യനാണോ അല്ലേ എന്നുള്ള സംശയം ആർക്കാണ് അവിടെ ഉള്ളത്? സ്വാമിനാഥൻ ടേൺ ടു മണി ആൻഡ് സെഡ് ഫെറോഷ്യസ്ലി വിച്ച് ഡർട്ടി ഡോഗ് ഡൗട്ട്സ് ഇറ്റ്. വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ് ഏതാൾക്കാണ് ഇവിടെ ഞാൻ മനുഷ്യനാണെന്ന് സംശയം ആർക്കാണുള്ളത്? ഹാവ് യു ദ കറേജ് ടു പ്രൂവ് ദാറ്റ് യു ആർ എ മാൻ ആസ്ക്ഡ് മണി. മണി ചോദിക്കുകയാണ്, നീ ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? സ്വാമിനാഥൻ ടേൺ ടു രാജമാൻ റിപ്പീറ്റഡ്. സ്വാമിനാഥനോടാണ് ചോദിച്ചത്. സ്വാമിനാഥൻ നേരെ രാജനോട് തിരിയുന്നു, ചോദിക്കുന്നു. സ്വാമിനാഥൻ ടേൺ ടു രാജം ആൻഡ് റിപ്പീറ്റഡ് ഹൗ. എങ്ങനെ? തിരിച്ച് അതേപോലെ സ്വാമിനാഥൻ പുറത്തേക്ക് ഹൗ ചോദിക്കുന്നു. റിപ്പീറ്റഡ് സ്വാമിനാഥൻ ടു മണി മീറ്റ് മീ അറ്റ് ദ റിവർ നിയർ നല്ലപ്പാസ് ഗ്രൗ ടുമോറോ ഈവനിങ്. അപ്പം നീ ഒരു മനുഷ്യനാണെങ്കിൽ നാളെ നല്ലപ്പയുടെ ഗാർഡനിൽ അല്ലെങ്കിൽ ഗ്രോവിൽ നാളെ വൈകുന്നേരം നീ വരണം. പറ്റുമോ? നിയർ നല്ലപ്പാസ് ഗ്രോവ്. സ്വാമിനാഥൻ വാസ് പ്ലീസ്ഡ് ടു എക്കോ. അപ്പോൾ ഒന്ന് ഇവൻ പറഞ്ഞത് തിരിച്ചു ചോദിക്കുക, നല്ലപ്പയുടെ ഗ്രോവിലോ? വാട്ട് ഫോർ ആസ്ക് രാജം. അതിനെന്താ, വരാലോ. ടു സീ ഇഫ് യു ക്യാൻ ബ്രേക്ക് മൈ ഹെഡ്. അപ്പോൾ എന്താണ്, നിനക്ക് എന്ത് ചെയ്യാം? എൻ്റെ തല പൊട്ടിത്തെറിക്കാൻ കഴിയുമോ? നിനക്ക് എൻ്റെ തല അടിച്ച് പൊട്ടിക്കാൻ കഴിയുമോ എന്ന് അറിയാനാണ്. ഓ ടു പീസസ് സർ രാജവ. പൊട്ടിക്കാനോ കഷ്ണങ്ങളാക്കാനോ? സ്വാമിനാഥൻ സർവീസസ് വർ ഡിസ്പെൻസ്ഡ് വിത്ത്. സ്വാമിനാഥൻ്റെ സേവനങ്ങൾ. അതുവരെ സ്വാമിനാഥനായിരുന്നു മീഡിയേറ്റർ, പിന്നെ അവർ തമ്മിലായതല്ലേ, പിന്നെ ഇപ്പോൾ സ്വാമിനാഥനൊന്നും വേണ്ട. ദേ ഗേവ് ഹിം നോ ടൈം ടു റിപ്പീറ്റ് ദെയർ വേർഡ്സ്. അവർ പറഞ്ഞ് ഇപ്പോൾ സ്വാമിനാഥനോട് പറഞ്ഞ് അത് സ്വാമിനാഥൻ അപ്പുറത്തോട്ട് പറഞ്ഞ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ടൈമൊന്നും കൊടുത്തില്ല. പിന്നെ നേരിട്ട് നേരായിട്ടായി. രാജം ഷൗട്ടഡ് ഇൻ വൺ ഇയർ ആൻഡ് മണി ഇൻ അതർ. ഒരു ചെവിയിൽ രാജൻ ഷൗട്ട് ചെയ്യുന്നു, മറ്റു ചെവിയിൽ അടുത്ത ആൾ ഷൗട്ട് ചെയ്യുന്നു. സ്വാമിനാഥൻ ആകപ്പെട്ടിരിക്കുകയാണ്. സോ വി മേ എക്സ്പെക്ട് യു അറ്റ് ദ റിവർ ടുമോറോ. അപ്പം നാളെ
പുഴയുടെ അടുത്ത് നീ ഉണ്ടാവുന്നതിന് എക്സ്പെക്ട് ചെയ്യുന്നു, സെഡ് സ്വാമിനാഥൻ. സ്വാമിനാഥൻ പറഞ്ഞു, യെസ്, രാജം അഷ്വർഡ് ഹിം, ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവുമെന്ന് രാജുവും പറഞ്ഞു. മണി വാണ്ടഡ് ടു നോ ഇഫ് ദ ഏതർ വേൾഡ് കം വിത്ത് ഗോഡ്സ്. അപ്പോൾ എന്താ നമ്മളുടെ മണിക്കറിയണം എന്ത്, മണി വാണ്ടഡ് ടു നോ ഇഫ് ഏതർ വേൾഡ് കം വിത്ത് ഗോഡ്സ്. നീ നമ്മുടെ രാജ്യം വരുന്നത് അവൻ്റെ പിന്നാലെ കുറച്ച് എന്താ പറയുക സഹായകരായിട്ടാണ്, ഗാർഡായിട്ടാണ് വരുന്നത് നോക്കാം. നോ, ഹി വുഡ് നോട്ട്, അല്ല. ആൻഡ് മണി വോയിസ്ഡ് അണ്ടർ ഡൗട്ട്സ്, ഇഫ് എനിത്തിങ് ഹാപ്പൻസ് യു വിൽ യു പ്രോമിസ് ടു കീപ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഫാദേഴ്സ് നോളജ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനോട് പറയാതിരിക്കണം. രാജൻ പ്രോമിസ് ചെയ്തു. ആഫ്റ്റർ റീപ്യുഡേറ്റിംഗ് ദ വെരി സജഷൻ ദാറ്റ് ഹി മൈറ്റ് ആക്ട് അതർവൈസ്. എന്താണ്, അങ്ങനെ അച്ഛനോട് പറയില്ല, മണിയുടെ നിർദ്ദേശത്തെ നിരാകരിച്ചുകൊണ്ട് താൻ അങ്ങനെ ചെയ്യാറില്ല, മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കാറില്ല എന്ന് രാജൻ സത്യം ചെയ്യുന്നു. അതായത് പറഞ്ഞ കാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് രാജൻ പറയുന്നു. നല്ലപ്പാസ് ഗ്രോവ് സ്റ്റുഡ് എ ഫ്യൂ യാർഡ്സ് ബിഫോർ ഹിം. അവരുടെ സ്കൂളിൻ്റെ അടുത്ത് കുറച്ച് അപ്പുറത്താണ് നല്ലപ്പയുടെ ഗ്രോവ് യാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പാസ്റ്റ് 6 ആൻഡ് ദ ട്രാഫിക് ഫോർ ദി ഡേ ബിറ്റ്വീൻ ദ ബാങ്ക്സ് വാസ് ഓവർ. എന്താണ്, ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്, അവിടെയൊക്കെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ദ ബാങ്ക്സ് വാസ് ഓവർ. ദ യൂഷ്വൽ ഈവനിങ് ക്രൗഡ് വാസ് ഫാർ ബിഹൈൻഡ് ദം. സാധാരണ ഉണ്ടാവുന്ന ആളുകളുടെ കൂട്ടൊക്കെ അവരിൽ നിന്നും കുറച്ച് അപ്പുറത്തോട്ടാണ്. സ്വാമിനാഥൻ ആൻഡ് മണി വേർ സ്ക്വാട്ടിംഗ് ഓൺ ദി സാൻഡ്. മണലിൽ ഇരുന്നിട്ട് രാജൻ വരുന്നതിന് മുമ്പ് നടക്കുന്ന കോൺവെർസേഷൻ ചെയ്യാണ്. ദ വേർ സൈലന്റ്. കുറച്ച് കഴിയുമ്പോൾ സൈലന്റ് ആയി. മണി വാസ് സ്റ്റാറിംഗ് അറ്റ് ദി ഗ്രൗണ്ട്. മണി എവിടെ എത്തി? ഗ്രൗണ്ടിലെത്തി. വിത്ത് എ സ്മോൾ വുഡൻ ക്ലബ് അണ്ടർ ഹിസ് ആം. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെറിയൊരു ക്ലബ് ഉണ്ട്, ഗദയുണ്ട്. They were silent. അവർ കുറച്ചേരം സൈലന്റ് ആയി. മണി വാസ് സ്റ്റെയറിംഗ് അറ്റ് ദ ഗ്രൗണ്ട്. മണി എന്ത് ചെയ്യാണ്? ആ ഒരു ഗ്രൗണ്ടിൽ, ആ മണലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിത്ത് എ സ്മോൾ വുഡൻ ക്ലബ് അണ്ടർ ഹിസ് ആം. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെറിയൊരു ഗദയുണ്ട്. ഹി വാസ് തിങ്കിങ് ഹി വാസ് ഗോയിങ് ടു ബ്രേക്ക് രാജംസ് ഹെഡ് ഇൻ ഷോർട്ട് വൈൽ ആൻഡ് ത്രോ ഹിസ് ബോഡി ഇൻ ടു റിവർ. ചിന്ത എന്താണ്? ഗദ കൊണ്ട് അടിച്ചിട്ട് തല പൊട്ടിക്കണം, റിവറിലോട്ട് എറിയണം. ബട്ട് ഇഫ് ഇറ്റ് ഷുഡ് ബി റിക്കവേർഡ്. അപ്പം എന്തെങ്കിലും കണ്ടുപിടിക്കുക. ബട്ട് then how could they know that he had done it? ഇവരാണ് ചെയ്തതെന്ന് തെളിയോ? But if Rajam should come and trouble him at night as a spirit. ഇനി രാത്രി എങ്ങാനും പ്രേതമായിട്ട് വരുമോ? Since his grandfather's death he was sleeping alone. ഗ്രാൻഡ് മരിച്ചതിന് ശേഷം നമ്മളുടെ മണി ഒറ്റക്കാണ് കിടക്കുന്നത്. What if Rajam should come and pull his hair at night? ഇനി രാത്രിയിൽ രാജത്തിൻ്റെ പ്രേതം വന്നിട്ട് അവന് തലമുടി വലിച്ച് പുറത്തേക്കിടുമോ? ആഫ്റ്റർ ഓൾ ഇറ്റ് വുഡ് ബി ബെറ്റർ നോട്ട് ടു കിൽ ഹിം. അപ്പോൾ അതൊക്കെ ചിന്തിച്ചപ്പം കൊല്ലണ്ട എന്ന് തീരുമാനിച്ചു. ഹി വുഡ് കണ്ടന്റ് ഹിംസെൽഫ് വിത്ത് ബ്രേക്കിംഗ് ഹിസ് ലിംസ് ആൻഡ് ലീവിങ് ഹിം സോ ഹിസ് ഫെയ്ത്ത്. എന്താണ്, കാല് തല്ലുപിടിക്കാനാണ് പിന്നെ തീരുമാനിക്കുന്നത്. ഇഫ് ഹി ഷുഡ് റാദർ ഹിസ് ഹെഡ് വാസ് ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇനി എന്താണ്, അവന് തല്ലിക്കൊന്നുണ്ടെങ്കിലും അത് ആരെങ്കിലും കണ്ടുപിടിക്കും. Useless, unless of course he cast a shy look at Swaminathan who were blinking innocently. അപ്പോൾ എന്താണ്, അവനെ തല്ലിയാൽ ആരാണ് കണ്ടുപിടിക്കാൻ? തീർച്ചയായും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിഷ്കളങ്കമായി ആര്? സ്വാമിനാഥൻ നമ്മളെ മണിയെ നോക്കുന്നു. അൺലെസ് ഓഫ് കോഴ്സ് സ്വാമിനാഥൻ ഇൻഫോം ദ പോലീസ്. തീർച്ചയായും സ്വാമിനാഥൻ പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ എന്തില്ല, അത് പുറത്ത് അറിയില്ല. രാജൻ പറയില്ല എന്ന് പറഞ്ഞു, പിന്നെ സ്വാമിനാഥനാണ്, അവൻ പറയില്ലെങ്കിൽ പുറത്തത് അറിയില്ല. അറ്റ് ദ സൗണ്ട് ഓഫ് ക്രീക്കിംഗ് ഓഫ് ബൂട്ട്സ് ദ ടേൺഡ് ആൻഡ് ഫൗണ്ട് ദാറ്റ് രാജം ഹാഡ് കം. പിന്നെ ഒരു ബൂട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ത്, അവിടെ ആര് വന്നിട്ടുണ്ട്? രാജം വന്നിട്ടുണ്ട്. ഹി വാസ് ഡ്രസ്ഡ് ഇൻ ഖാക്കി. ഒരു ഖാക്കി ഡ്രസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ക്യാരിഡ് അണ്ടർ ഹിസ് ആം എ എയർ ഗൺ ദാറ്റ് വാസ് ഗിവൺ ടു ഹിം എ കപ്പിൾ ഓഫ് മന്ത്സ് എഗോ ഓൺ ഹിസ് ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു എയർ ഗൺ ഉണ്ട്. എയർ ഗൺ ആര് കൊടുത്താണ്? അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഹി സ്റ്റൂഡ് വെരി സ്റ്റിഫ് ആൻഡ് സെഡ് ഹിയർ ഐ ആം റെഡി. അപ്പോൾ നേരെ വന്ന് സ്റ്റേറ്റ് ആയി നിന്ന് പറയാണ്, ഞാൻ റെഡിയാണ്. യു ആർ റൈറ്റ്, നേരം വൈകി. യെസ്, വി വിൽ സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങല്ലേ. രാജൻ ഷോൾഡേർഡ് ഹിസ് ഗൺ ആൻഡ് ഫയർഡ് എ ഷോട്ട് ഇൻ ദ എയർ. രാജൻ നേരെ ഗൺ എടുത്തിട്ട് ഒരു എയറിലൊന്ന് പൊട്ടിച്ചു. മണി വാസ് സ്റ്റാർട്ടിൽഡ്. അത് കേട്ടപ്പോൾ മണി പേടിച്ചു. ഹി സ്റ്റൂഡ് സ്റ്റിൽ, ഹിസ് ക്ലബ് ഡൗൺ. അപ്പോൾ
അനങ്ങാതെ നിന്നു. കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ക്ലബ് ഉണ്ടായിരുന്നു, അത് വീണു. യു ഹിയർഡ് എ ഷോട്ട് ആസ്ക് രാജൻ. അപ്പോൾ രാജൻ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു വെടിയൊച്ച കേട്ടോ? ദ നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ടു യുവർ ബോഡി. ഇനി അടുത്തത് പോകുന്നത് നിങ്ങളുടെ ശരീരത്തിലോട്ടാണ്. ഇഫ് യു ആർ കീൻ അപ്പോൺ എ ഫൈറ്റ്. നിങ്ങൾ എന്താണ്, ഫൈറ്റിന് റെഡിയല്ലേ? ബട്ട് ദിസ് ഈസ് അൺഫെയർ. പറയണം, ഇത് തെറ്റാണ്. ഐ ഹാവ് നോ ഗൺ വൈൽ യു ഹാവ്. എനിക്ക് ഗണ്ണില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇറ്റ് വാസ് ടു ബി ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ആണ്, അതായത് കൈ കൊണ്ടുള്ളതാണ്. ദെൻ വൈ ഹാവ് യു ബ്രോട്ട് യുവർ ക്ലബ്? അപ്പോൾ ഹാൻഡ് ടു ഹാൻഡ് ആണ്, പിന്നെ നിങ്ങൾ എന്തിനാ ക്ലബ് എന്തിനു കൊണ്ടുവന്നു? യു നെവർ സെഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ് യെസ്റ്റർഡേ. ഇങ്ങനത്തെ കാര്യമൊന്നും നിങ്ങൾ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. മണി ഹങ് ഡൗൺ ഹിസ് ഹെഡ്. മണി എന്ത് ചെയ്തു? തല താഴ്ത്തി. വാട്ട് ഹാവ് ഐ ഡൺ ടു ഒഫൻഡ് യു? ചോദിക്കുകയാണ്, രാജൻ ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? യു കോൾഡ് മീ എ സ്നീക്ക് ബിഫോർ സമ്മൺ. നീ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ സ്നീക്കാന്ന് വിളിച്ചു, ഏഷണിക്കാരനാന്ന് വിളിച്ചു. ദാറ്റ് ഈസ് എ ലൈ. അല്ലേ, ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, അത് കള്ളമാണ്. ദർ വാസ് ആൻ awkward pause. അങ്ങനെ കുറച്ച് നേരം അവിടെ താൽക്കാലികമായിട്ടൊരു പോസ്, ഒരു നിശബ്ദത. ഇഫ് ദിസ് ഈസ് ഓൾ ദ കോസ് ഓഫ് യുവർ ആങ്കർ ഫോർഗറ്റ് ഇറ്റ്. ഇതാണ് നിന്റെ പ്രശ്നമെങ്കിൽ അത് മറക്കുക. ഐ വോണ്ട് മൈൻഡ് ബീയിങ് ഫ്രണ്ട്സ്. എനിക്ക് നമ്മൾ ഫ്രണ്ട്സ് ആവുന്നതിൽ എനിക്കൊരു വിരോധമില്ല. നോർ ഐ സെഡ് മണി. മണിയും പറഞ്ഞു, എനിക്കുമില്ല. സ്വാമിനാഥൻ ഗാസ്പ്ഡ് വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. സ്വാമിനാഥൻ എന്ത് ചെയ്തു? ഒരു ആശ്വാസത്തിൽ നെടുവീർപ്പിടുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോസിങ് ബിഫോർ മണി ഹി ഹാഡ് മെയ്ഡ് രാജ്യം ഇൻറ്റൻസ്ലി. അപ്പോൾ നമ്മളുടെ മണിയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വാമിനാഥന് രാജ്യത്തിനോട് ഉള്ളിൽ ഇഷ്ടമുണ്ട്. ആൻഡ് ലോങ്ഡ് ടു ബി ഹിസ് ഫ്രണ്ട്. അവർക്ക് അവൻ്റെ ഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹമുണ്ട്. നൗ ദിസ് വാസ് ദ ഹാപ്പിയസ്റ്റ് കൺക്ലൂഷൻ ടു ഓൾ ദ അൺവാണ്ടഡ് ട്രബിൾ. അപ്പോൾ ആ ഒരു ആവശ്യമില്ലാത്ത ട്രബിളിന് നല്ലൊരു കൺക്ലൂഷൻ ഉണ്ടായി. ഹി ഡാൻസ്ഡ് വിത്ത് ജോയ്. മനസ്സിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. രാജം ലോവേർഡ് ഹിസ് ഗൺ ആൻഡ് മണി ഡ്രോപ്പ്ഡ് ഹിസ് ക്ലബ്. രാജ്യത്തിൻ്റെ കയ്യിലുള്ള ഗണ്ണ് താഴ്ത്തി, മണിയുടെ കയ്യിലുള്ള ക്ലബും താഴ്ത്തി. ടു ഷോ ഹിസ് ഗുഡ് വിൽ രാജം പുൾ ഔട്ട് ഹിസ് പോക്കറ്റ് ഹാഫ് എ ഡസൺ ഓഫ് ബിസ്ക്കറ്റ്. അപ്പോൾ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാജൻ എന്ത് ചെയ്യുന്നു? രാജ്യത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഹാഫ് ഡസൺ, അതായത് ഒരു 6 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതെടുക്കുന്നു. ദ റിവേഴ്സ് മൈൻഡ് റബിൾ. നദിയുടെ ഒരു നല്ലൊരു ഇരമ്പലം. ദ റസ്ലിംഗ് ഓഫ് ദി പീപ്പിൾ ലീവ്സ്. ഇലകളുടെ മർമ്മരം. ആൻഡ് ദ ഹാഫ് ലൈറ്റ് ഓഫ് ദി ലേറ്റ് ഈവനിങ്. അതായത് രാത്രിയാകുന്നതിന് മുമ്പുള്ള ആ വെളിച്ചം. ആൻഡ് ദ 3 ഫ്രണ്ട്സ് ഈറ്റിംഗ്. ആ 3 കുട്ടികൾ ഭക്ഷണം തിന്നുകയാണ്. ആൻഡ് ഗ്രോയിങ് വിത്ത് ന്യൂ ഫ്രണ്ട്ഷിപ്പ് സ്വാമിനാഥൻ ഫെൽറ്റ് എ പെർഫെക്റ്റ് പീസ് വിത്ത് ദ വേൾഡ്. ഇപ്പോൾ 3 പേരും കൂടി ബിസ്ക്കറ്റ് തിന്നുകയാണ്. അപ്പോൾ സ്വാമിനാഥനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. 3 എന്ത് ചെയ്തു? തെറ്റിദ്ധാരണയൊക്കെ മാറി പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. സ്വാമിനാഥൻ ഭയങ്കര ഹാപ്പിയായി. ഇതാണ് നമ്മളെ ട്രയോ എന്നുള്ളത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസറും ടീച്ചർ ഇതിലെ വർക്കും ടീച്ചർ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ അയച്ചു തരാം. കൃത്യമായി നോക്കി എഴുതാം. ടീച്ചർക്ക് എഴുതിയിട്ട് കാണിച്ചു തരാം. താങ്ക് യു.